വനം വകുപ്പിനെതിരെ സിറോ മലബാർ സഭ വീണ്ടും വിമർശനവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ആലുവ മൂന്നാർ പഴയ രാജപാത സമരത്തിൽ കേസെടുത്തത് അപലപനീയമെന്ന വിമർശനം. മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കുമെതിരെ കേസെടുത്ത നടപടി പ്രതിഷേധാർഹമെന്നും പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് വനം വകുപ്പിന്റെ നടപടിയെന്നും സിറോ മലബാർ സഭ പറയുന്നുണ്ട്. ആസിഫ് മുഹമ്മദ് വിവരങ്ങളുമായിട്ട്. ആസിഫ്, ഗുഡ് മോർണിംഗ്. വീണ്ടും വിമർശനവുമായി സിറോ മലബാർ സഭ രംഗത്തുണ്ട്. സേതു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട സിറോ മലബാർ സഭ വനംവകുപ്പിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു ആലുവ മൂന്നാർ രാജപാത, പഴയ രാജപാത, അത് പണ്ട് രാജഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു പാതയാണ്. പക്ഷേ അത് പിന്നീട് വനംവകുപ്പ് ആ രാജപാത അടച്ചുപൂട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇത് തുറന്നു കൊടുക്കണമെന്നുള്ളത് വളരെ കാലമായിട്ടുള്ള ആവശ്യമാണ്. നിരവധി പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കോതമംഗലത്ത് നടന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ, എംപിയും MLA-യും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു, ഈ രാജപാത തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട്. പക്ഷേ അതിലാണ് പിന്നീട് അതിൽ പങ്കെടുത്ത നിരവധി ആളുകൾക്കെതിരെ, MP, MLA അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു. അതോടൊപ്പമാണ് ആ സമരത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന കോതമംഗലം രൂപത മുൻ അധ്യക്ഷൻ കൂടിയായ മാർ ജോർജ് പുന്നേക്കാടിന് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സിറോ മലബാർ സഭ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വനംവകുപ്പ് അനധികൃതമായി ഈ ഒരു പാത അടച്ചുപൂട്ടുകയാണ് എന്നും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നുള്ള ഒരു ആരോപണമാണ് സിറോ മലബാർ സഭ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുജനങ്ങളെ വെല്ലുവിളിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഈ ഒരു പാതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു പാത തുറന്നു കൊടുക്കുകയാണെങ്കിൽ മാങ്കുളം അടക്കമുള്ള പ്രദേശത്ത് നിന്ന് ആളുകൾക്ക് 1 മണിക്കൂറുകൾ കൊണ്ട് ഈ കോതമംഗലം നഗരത്തിൽ എത്തിച്ചേരാമെന്നുള്ള വലിയൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രികളിലേക്ക് അടക്കം എത്തുന്ന ആളുകൾക്ക് ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. എറണാകുളത്തേക്ക്, നഗരത്തിലേക്ക് അടക്കം പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങളും അത് തുറന്നു കൊടുക്കണമെന്നുള്ള ആവശ്യവും കഴിഞ്ഞ കുറെ കാലമായി രംഗത്തുള്ളതുമാണ്. എന്തായാലും ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ സമരം നടക്കുകയും ചെയ്തത്. വനവകുപ്പ് ഈ 2 ഭാഗങ്ങളിലായി ഈ പാത ഇപ്പോൾ കെട്ടിയടച്ച നിലയിലാണുള്ളത്. അതിൽ കൂടി നടന്നു പോകാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം അത് വനത്തിൽ അതിക്രമിച്ച് കയറി നടക്കാനുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിൽ വനവകുപ്പ് കേസെടുക്കുന്ന നടപടിയാണ് ഉണ്ടാവുന്നത്. എന്തായാലും ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വൈദികൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വനംവകുപ്പിനെതിരെ സിറോ മലബാർ സഭ ആസിഫ്, ആലുവ മൂന്നാർ പഴയ രാജപാത പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തത് പ്രതിഷേധാർഹമെന്ന് ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനവുമായി സിറോ മലബാർ സഭ രംഗത്ത് വന്നിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ആസിഫ് മുഹമ്മദ്.